കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും ഒരു പുതിയ വർഷത്തിന്റെ എല്ലാ ആശംസകളും. വിവിധ തരത്തിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷനുകൾ ഏറ്റെടുക്കുന്ന ഒരു സമയമാണ് ഇത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ബൈബിളിൽ ഊന്നി നിന്നുകൊണ്ട് പുതിയ വർഷത്തിലേക്കുള്ള ഒരു 5 റെസൊല്യൂഷനുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യേ ആയിരിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് ബൈബിളിൽ പ്രവർത്തിച്ചു കാണിച്ചത് എന്നത് മനസ്സിലാക്കുവാനായിട്ട് യോർദാൻ കടക്കുവാനായിട്ട് നിൽക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഇസ്രായേൽ ജനങ്ങളെ യോർദാൻ കടക്കുവാൻ സന്നദ്ധരാക്കിയ 5 പ്രധാന സവിശേഷതകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും ആ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് പറയുവാനുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. യോർദാൻ കടക്കുവാനായിട്ട് തയ്യാറായ ഇസ്രായേൽ മക്കൾക്ക് നേതൃത്വം നൽകിയത് യോശുവയാണെന്ന് നമുക്കറിയാം. ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, യോർദാൻ അങ്ങേയറ്റം ഒഴുക്കുണ്ടായിരുന്നതും യോർദാനിലൂടെ യാത്ര ചെയ്യുന്നത് പോലും ദുർഘടമായിരുന്നതുമായ ഒരു സമയത്താണ് ഈ യോർദാൻ കടക്കുവാനായിട്ട് ഇസ്രായേൽ മക്കളും യോശുവയും മുന്നോട്ട് വരും. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലും വളരെ കലുഷിതമായ ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നതിനോടൊപ്പമായിരിക്കും നമ്മൾ 2024 വരവേൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ യോർദാൻ കടക്കാൻ ഇസ്രായേൽ മക്കളെ സഹായിച്ച കാര്യങ്ങൾ നമ്മളെയും നമ്മുടെ പുതിയ വർഷത്തെ നേരിടുവാനായിട്ട് സഹായിക്കും. ഒന്നാമതായിട്ട് ഇസ്രായേൽ മക്കളെ അതിന് സഹായിച്ച ഒരു സവിശേഷതയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് യോശുവയുടെ പ്രവർത്തന രീതിയാണ്. ഈ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, യോശുവ അതികാലത്തെ എഴുന്നേറ്റു എന്നുള്ളത്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യോർദാൻ കടക്കുവാനായിട്ട് ഒറ്റും നല്ലതല്ലാതിരുന്ന സമയത്ത് യോർദാന്റെ ഒഴുക്ക് കുറയുവാനോ വെള്ളത്തിന്റെ നില താഴുവാനോ കാത്തു നിൽക്കാതെ അതികാലത്ത് തന്നെ പുറപ്പെടുന്ന യോശുവയുടെ ആ പുറപ്പാടാണ് അവരെ യോർദാൻ കടക്കുവാനായിട്ട് സഹായിച്ചത്. അങ്ങേയറ്റം കലുഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് മാറിയിരിക്കുന്നവരെ അല്ല ദൈവം സഹായിക്കുന്നത്, മറിച്ച് അങ്ങേയറ്റം പ്രതീക്ഷയോടുകൂടി പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ സന്നദ്ധരാകുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് എന്നാണ് ഈ യോർദാൻ കടക്കുന്ന സന്ദർഭം നമ്മളെ പുതുവർഷത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ സംഗതി. യോശുവയെ പോലെ അതികാലത്തെ എഴുന്നേൽക്കുവാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടുകൂടി നേരിടുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ 2024 എന്ന വർഷത്തിൽ നമ്മളെ യോർദാൻ കടക്കുവാനായിട്ട് ഇസ്രായേൽ മക്കളോടൊപ്പം നിന്ന ദൈവം നമ്മളോട് കൂടെ നിൽക്കും. രണ്ടാമതായിട്ട് ഇസ്രായേൽ മക്കളെ ഈ യോർദാൻ കടക്കുവാനായിട്ട് അവരെ സഹായിച്ചത് അവർക്ക് ദൈവത്തിലുണ്ടായിരുന്ന അനുസരണമാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം എന്താണോ യോശുവയിലൂടെ ജനത്തെ അറിയിച്ചത്, മൂപ്പന്മാരെ അറിയിച്ചത്, അത് അതുപോലെ തന്നെ അനുസരിക്കുവാനായിട്ട് ഇസ്രായേൽ ജനം തയ്യാറായപ്പോഴാണ് അവർക്ക് യോർദാൻ കടക്കുവാനുള്ള വലിയ അവസരം തുറന്നു വന്നത്. ഒബീഡിയൻസ് ലീഡ്സ് ടു അബണ്ടൻസ്. അനുസരണം അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന അനുഭവങ്ങൾ പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്തരത്തിൽ ലഭിക്കുന്ന അഭിവൃദ്ധികളൊക്കെ തന്നെ ആനുപാതികമായ വളർച്ചയാണെന്നും സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത്ര വളരെ വലിയ മീൻകൂട്ടം ഉണ്ടായിട്ടും വല കീറാത്ത അനുഭവം ശിഷ്യന്മാർക്ക് നൽകിയ അത്തരത്തിലുള്ള അഭിവൃദ്ധി നമുക്ക് 2024 ഉണ്ടാകണമെങ്കിൽ ദൈവത്തിലുള്ള അനുസരണമാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ യോർദാൻ കടക്കുന്ന അനുഭവം. 2024 കടക്കുമ്പോൾ നമ്മൾ എല്ലാവരും എടുക്കേണ്ട ദൈവത്തിലുള്ള ഒന്നാമത്തെ ഒരു റെസൊല്യൂഷൻ ഈ ദൈവത്തിലുള്ള അനുസരണമായിരിക്കട്ടെ. ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നമുക്ക് വേണ്ടത് ദൈവം നമ്മളോട് എന്ത് പറയുന്നു എന്ന് കേൾക്കുവാനുള്ള മനസ്സാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഒന്ന് ദൈവവചനത്തിലൂടെയും മറ്റൊന്ന് പ്രാർത്ഥനയിലൂടെയുമാണ്. പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ യോർദാൻ കടക്കുവാൻ ഇസ്രായേൽ മക്കളെ സഹായിച്ചതുപോലെ 2024 എന്ന വർഷത്തെ കടക്കുവാൻ ദൈവം നമ്മളെയും സഹായിക്കും. മൂന്നാമതായിട്ട് യോർദാൻ കടക്കുവാനായിട്ട് ഇസ്രായേൽ ജനങ്ങളെ പര്യാപ്തമാക്കിയത് ദൈവസന്നിധിയിൽ അവർ സമയം ചെലവഴിക്കുവാനായിട്ട് സന്നദ്ധരായി എന്നുള്ളത് കൊണ്ടാണ്. അത് യോശുവ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യഹോവയുടെ നിയമപെട്ടകം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ദൈവിക സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവത്തെ സന്നിധിയിൽ അവർ ആ സമയം ചെലവഴിച്ചപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവർ തുടർന്നപ്പോഴാണ് യോർദാൻ കടക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞത്. ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പള്ളിയിൽ നമ്മൾ കൂടുതൽ സമയം ഇരുന്നു എന്നുള്ളതാണ്.
മറിച്ച് ദൈവ സാന്നിധ്യം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമാകുവാനായിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്: ഗോയിങ് ടു എ ചർച്ച് ഡസന്റ് മേക്ക് യു എ ക്രിസ്ത്യൻ അൺലെസ് ഗോയിങ് ടു എ ഗാരേജ് മേക്സ് യു എൻ ഓട്ടോമൊബൈൽ. ഒരു വർക്ക്ഷോപ്പിൽ എല്ലാ ദിവസവും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കാറായി മാറും എന്ന് വിശ്വസിക്കുന്നത് പോലെയാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയായി മാറും എന്ന് വിശ്വസിക്കുന്നത് എന്നാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം. നമ്മൾ പള്ളിയിൽ പോകുന്നു എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളിലും നിലനിർത്തുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയായി നമുക്ക് മാറുവാൻ കഴിയുന്നത്. ആ ദൈവ സാന്നിധ്യം നമുക്ക് നിലനിർത്തുവാനായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ധന്യമാവുകയും വരും വർഷം ആ ദൈവ സാന്നിധ്യത്തിലൂടെ നമുക്ക് വളരെ മനോഹരമായ ആശീർവാദം അനുഭവിക്കുന്ന വർഷമാക്കി മാറ്റുവാനായിട്ടും കഴിയും. നാലാമതായിട്ട് ഇസ്രായേൽ ജനങ്ങളെ യോർദാൻ കടക്കുവാൻ പ്രാപ്തരാക്കിയ മറ്റൊരു കാര്യം അവരെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം അവർക്കുണ്ടായി എന്നുള്ളതാണ്. 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം അവരോട് ശുദ്ധീകരിക്കുവാനായിട്ട് പറയുമ്പോൾ അവരുടെ ജീവിതങ്ങളെ അവർ ശുദ്ധീകരിക്കുവാനായിട്ട് തയ്യാറായി. നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ ആഴ്ചകളിലും നമ്മൾ സഭയിൽ വരുന്ന അനുതാപ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ പാപം ഏറ്റുചൊല്ലുന്നതിലൂടെ അതിലെല്ലാം അപ്പുറമായി ദൈവികമായിട്ടുള്ള ഒരു നിരന്തരമായ ബന്ധത്തിലൂടെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനും ശോധന ചെയ്യുവാനും നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പുതുക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ പുതിയ വർഷം തീർച്ചയായും ജീവിതത്തിൽ പുതിയ വിജയങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമായി മാറും. ദൈവത്തിൻ്റെ അനുഗ്രഹം തുടരെ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും. 5-ാമതായിട്ട് ഇസ്രായേൽ ജനങ്ങളെ യോർദാൻ കടക്കുവാൻ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ കാര്യം യഹോവയിൽ വിശ്വസിച്ചു കൊണ്ടുള്ള അവരുടെ പ്രവർത്തനമാണ്. യോശുവ 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമല്ല, പുരോഹിതന്മാർ വെള്ളത്തിൽ കാല് വെച്ചപ്പോൾ അവിടെ വെള്ളം രണ്ടായിട്ട് മാറുകയും ഉണങ്ങിയ നിലത്തൂടെ യോർദാൻ കടക്കുവാനായിട്ട് അവർക്ക് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവികമായ ധർമ്മങ്ങളും എല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനപ്പുറമായിട്ട് കാല് വയ്ക്കുവാനുള്ള ആദ്യ പടി നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. പുതിയ വർഷത്തിലെ പുതിയ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആത്മീക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി തയ്യാറാവുകയും പ്രാർത്ഥനയിലൂടെയും നോമ്പുകളിലൂടെയും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ അതിലെല്ലാം അപ്പുറമായി ആദ്യത്തെ കാൽ വയ്ക്കുവാനുള്ള അനുഭവം അല്ലെങ്കിൽ ആദ്യത്തെ കാൽ വയ്ക്കുവാനുള്ള ചിന്ത നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ, കാല് വയ്ക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മൾ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും. 5 കാര്യങ്ങളാണ് പുതിയ വർഷത്തിലെ റെസൊല്യൂഷനുകളായിട്ട് ഞാൻ ഈ യോർദാൻ കടക്കുന്ന അനുഭവത്തിൽ നിന്നും പറഞ്ഞത്. 1-ാമതായിട്ട് ഉടനടി പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് അനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ യോർദാൻ കടക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്. 2-ാമതായിട്ട് ദൈവത്തെ അനുസരിച്ചപ്പോഴാണ് യോർദാൻ കടക്കുവാനായിട്ട് കഴിഞ്ഞത്. 3-ാമതായിട്ട് ദൈവിക സാന്നിധ്യത്തിൽ നിലനിന്നപ്പോഴാണ് യോർദാൻ കടക്കുന്ന അനുഭവം ജനങ്ങൾക്കുണ്ടായത്. 4-ാമതായിട്ട് ഇസ്രായേൽ ജനങ്ങൾ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചപ്പോഴാണ് യോർദാൻ കടക്കുവാൻ അവർക്ക് കഴിഞ്ഞത്. 5-ാമതായിട്ട് വിശ്വാസത്തോടൊപ്പം കാൽ വയ്ക്കുവാനുള്ള ആദ്യ പ്രവൃത്തിയും അവർ ചെയ്തപ്പോഴാണ് അവരുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ഉണ്ടായത്. ഈ 5 ചിന്തകൾ നമ്മുടെ പുതുവർഷത്തിൽ ഓരോ ദിവസവും പാലിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന ചിന്തകളായിട്ട് മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും 2024 എന്ന വർഷം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ വർഷമായിരിക്കും. അതിന് ദൈവം നിങ്ങളെ ഇവരെയും സഹായിക്കുമാറാകട്ടെ.